നമസ്കാരം. ഞാൻ ശ്രമിക്കുന്നത് പാലക്കാട് ഉലവക്കോടാണ്. രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ടുള്ള മണ്ഡലമാണ്. സുരേന്ദ്രൻ ഇവിടേക്ക് വരുമെന്ന് പറയുന്നു. അപ്പോൾ വലിയ ഒരു കടുത്തൊരു മത്സരം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ട്രെൻഡ് എന്താണ് എന്നറിയാനാണ്. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാനാണ്. കേരളം LDF ആണോ UDF ആണോ ഭരിക്കുക, BJPക്ക് എത്ര സീറ്റൊക്കെ കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ആൾക്കാരോട് ഉലവക്കോടുള്ള ജനങ്ങളോട് ചോദിക്കുന്നത്. മത്സരം തന്നെയാണ് നടക്കുന്നത്. രാഹുൽ വന്ന് സ്വതന്ത്രനായിട്ട് നിൽക്കുമോ? പാർട്ടി രാഹുൽ സ്വതന്ത്രമായി നിൽക്കാൻ ഒരു ചാൻസും ഇല്ല. അതൊരു 99% ഇല്ല. കാരണം പാർട്ടി ഒരിക്കലും രാഹുലിനെ നിർത്താനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം രാഹുലിന്റെ നിരപരാധിത്വം ഇലക്ഷന്റെ മുന്നായിട്ട് തെളിയിക്കണം. അല്ലാതെ അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിലോ തെളിയിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ തെളിയിച്ചാൽ തന്നെ രാഹുലിനൊരു ചാൻസ് UDF കൊടുക്കുന്ന ഒരു കാരണവശാലും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഗണേശനായാലും മുകേഷ് ആയാലും ഒന്നും തെളിയിച്ചിട്ടില്ലല്ലോ. മുകേഷും ഗണേശനൊന്നും അതിനെക്കുറിച്ചൊന്നും തെളിയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ രാഹുലിനെതിരെ ഒരുപാട് തെളിവ് വന്നു. അവർക്കെതിരെ എത്ര തെളിവ് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ രാഹുൽ നിൽക്കുവാണോ ജയിക്കുമോ? ചാൻസ് കുറവാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടം വന്നാൽ LDF ചെയ്തുമോ? LDF വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ വിട്ട് പറയുന്നതില്ല. വരും എന്ന് വിചാരിക്കാം. ആണോ? രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുമോ? രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരും. ഇവിടെ തന്നെ തിരിച്ചു വന്നില്ലേ? 2 വീടൊക്കെ കൊടുത്തു. 2 വീടോ 4 വീടോ കൊടുക്കാൻ പറ്റുന്നത്ര കൊടുക്കുക തന്നെ. ഇനിയിപ്പോൾ എന്തപ്പോ നമ്മുടെ രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെയല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്താ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം? പാലക്കാടുകാർക്ക് പ്രവർത്തനം തന്നെ. അല്ലാണ്ട് ഇപ്പം എന്താണ്, നമ്മുടെ ഷാഫിനെ പോലെ തന്നെയാണ് പ്രവർത്തനം. എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന് എന്താ വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം അത് തന്നെയാണ് വലുത്. നമ്മുടെ MLA എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളിവിടെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ MLA ആയാലും ഏത് മെമ്പർമാരായാലും നമ്മൾ ജനങ്ങളോടുകൂടി കൂടുതൽ ഇടപെടണം. അപ്പോഴാണ് ജനങ്ങൾക്ക് വീണ്ടും അവരോടുള്ള ഇഷ്ടങ്ങൾ വരുള്ളൂ. അത് അവരിനോട് നല്ലുണ്ട്. സ്നേഹമായിക്കോട്ടെ, ഏത് സഹായത്തിലാണെങ്കിലും അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അല്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലല്ല, അവർ നമ്മളേൽപ്പിച്ച ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ജനങ്ങൾ ഇങ്ങനെ ഏറ്റു നടക്കുന്നത്. ചെയ്യുന്ന കാര്യം കൊണ്ടല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും രാഹുൽ തിരിച്ചു വരണം, ഇവിടെ മത്സരിക്കണം, വരണം എന്നുള്ള ആഗ്രഹം വന്ന് വിജയിക്കണം. ഇവിടെ എന്തായാലും വിജയിക്കും. നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വിജയിക്കും. സംസ്ഥാനത്തെ ഭരണമാറ്റം ഉണ്ടാകുമോ? അതോ ഭരണമാറ്റം വരണമല്ലോ. നമ്മൾ ഇപ്പോൾ എപ്പോഴും ഒരു ഭരണത്തിന് നമ്മൾ തുടർന്നു പോകണമെന്നല്ലേ കാര്യമില്ലല്ലോ. നമുക്ക് മാറ്റങ്ങൾ വരണം. അപ്പോഴാണ് നമ്മുടെ ഈ കേരളത്തിന് എന്തെങ്കിലും വികസനങ്ങൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭരണം മാറുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളും നമ്മൾ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരാനുള്ള ജനങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില ആളുകൾ പറയണില്ല എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ തിരിച്ചു വരും. വരണം. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ശോഭാ സുരേന്ദ്രന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുക? ഗുണമാണോ ഉണ്ടാകുക? നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ രാഹുൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നാരിശക്തിയല്ലേ? അതല്ലേ. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുമോ? അത് വരില്ല. അത് ഉറപ്പില്ല. തീരുമാനിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് വരില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിക്കാൻ സമ്മതിക്കത്തില്ലേ കോൺഗ്രസ്സുകാർ? സമ്മതിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ വെറുതെ ഒരു സീറ്റിന് വെറുതെ കളഞ്ഞു വിളിക്കുന്നത്. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണ്, കൺഫേംഡ് സീറ്റാണ്. വേറെ ആരും ഇല്ല. മറ്റേ സർവേയിൽ ഒരുപാട് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 12,000-13,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ 13,000-ൻ്റെ കുറവേ അവർക്കുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ഹാട്രിക്ക് വരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോഴത്തെ ഭരണം തുടരുമോ അതോ UDF വരും? ഇപ്രാവശ്യം മാറ്റം ഉണ്ടാകും. അതെന്തായാലും UDF വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? UDF വന്നാൽ അതവർ തീരുമാനിക്കണം. എന്നാലും നമുക്കൊരു ഊഹമുണ്ട്. VD സതീശനായിരിക്കുമോ, രമേശ് ചെന്നിത്തലയായിരിക്കുമോ, വേണുഗോപാലായിരിക്കുമോ, മുരളീധരനായിരിക്കുമോ? വേണുഗോപാൽ VD സതീശൻ അതല്ലേ. 99.4% വേണുഗോപാൽ അല്ലേ? അതേ വരുള്ളൂ. VD സതീശൻ പോരാ. കേന്ദ്രത്തിൽ വാക്കുവാദത്തിന് റെഡി. ഒരു ഭരണം കൊണ്ടുപോകാനേ കഴിയില്ല. നല്ലതായിട്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സുധാകരനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? സുധാകരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ തട്ടകത്തിൽ അയാൾക്ക് നല്ലതാണ്. അല്ല, കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോൺഗ്രസിന്റെ വേരോടിച്ച ആളാണ്. അതാണ് അല്ലേ? അത് ആ തട്ടകത്ത് അയാൾ എടുത്തത്. അപ്പോൾ ഞാൻ 70 വയസ്സായെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അതില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാരെ മാറ്റേണ്ടത്. ഒരുപാട് മാറ്റം. അപ്പോൾ 70 വയസ്സുള്ള ഇത്രയും കേട്ടുകൊണ്ടിരിക്കണം. അത് സത്യമാണോ എന്ന് അറിയില്ല. ധർമ്മടത്ത് ഷാഫി പറമ്പിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം നടക്കില്ല. ഷാഫി പറമ്പിലാണെങ്കിൽ ഒരു പക്ഷേ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷ. പക്ഷേ പിണറായി തോൽപ്പിച്ച് വന്ന വീണ്ടും ഒരു വമ്പൻ ട്വിസ്റ്റ്
പാർട്ടിക്കകത്തുണ്ടാവും. അത് ഉറപ്പാണ്. അത് ആയിക്കഴിഞ്ഞവർ നേതൃത്വങ്ങൾ നന്നാവും. ഗ്രൂപ്പ് നന്നാവും. ഗ്രൂപ്പ് കളി ഉണ്ടാവില്ല. നേതൃത്വങ്ങൾ അണികൾ നന്നാവും. ഇവരുടെ രണ്ടുപേരുടെയും വരവ് കോൺഗ്രസിനെ നന്നായിട്ട് ഒരു ഉഷാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ചെറുങ്ങനെ ഒരു മംഗലം ഇവനൊക്കെ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം. നല്ലൊരു വരവാണ് ചെറുപ്പക്കാർ. അതെ നല്ലൊരു വരവ്. ബൽറാം, മറ്റേ ഉമ്മൻചാണ്ടിയുടെ മോനെ എല്ലാവരും കൂടെ വീട്ടിൽ ബൽറാം ചെറിയൊരു ഫാൾട്ടിൻ്റെ പേരിൽ അവിടെ പോയതാണ്. അത് കാരണം കൊണ്ടാണ് അയാൾ ജയിച്ചത്. ആര് എം പി രാജേഷ് കിട്ടാൻ സാധ്യത. ഇപ്രാവശ്യം എം പി രാജേഷിന് കുറവാണ്. ഈ ബൽറാം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും. ആ ടീം അങ്ങനെയാണ്. ആ ടീം അവരെ നയിച്ച ആൾ ഉമ്മൻചാണ്ടിയാണ്. ആ പാത അവർ കംപ്ലീറ്റ് കറക്റ്റ് അവരുടെ ഗുരു അതാണ്. ആ പാത അവർ പിന്തുടരുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് കണ്ടാൽ അറിയണം. അതിന് കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. സത്യമാണ്. രാഹുൽ മാങ്കൂട്ടം അഗ്നിശുദ്ധി വരുത്തി പുറത്ത് വരണം. വന്നാൽ അതിൻ്റെ സത്യം. ഇവിടുത്തെ നേതാവാണ്. പക്ഷേ അയാൾ വരുന്നുള്ള അയാൾ ഉറച്ചു പറഞ്ഞു. അയാളുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇന്നിവിടെ അങ്ങനെ അത്ര വലിയൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതിൽ ഇപ്പോൾ 20 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2 വീടിൻ്റെ താക്കോൽദാനം നടന്നു. ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. അദ്ദേഹം വന്നു വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം സംസാരം തന്നെയാണ് അയാളുടെ സംസാരം. ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല പുള്ളിയുടെ മുന്നിൽ. അതൊന്നും സംസാരമാണ് മെയിൻ. സംസാരത്തിൻ്റെ രാജാവാണ് അയാൾ. ഇതേ തന്നെയാണ് മറ്റേ ഉമ്മൻചാണ്ടിൻ്റെ മകനക്കെതിരെ നിന്ന മറ്റേ മാർക്കറ്റ് ഒരു പയ്യനുണ്ട്. അവന് സംസാരത്തിന് കഴിവ് അത്യശക്തനായിട്ടുള്ളതാണ്. അവനെവിടേക്ക് പാലക്കാട് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് LDF. ഏതായാലും നോക്കിയിരിക്കുകയാണ് ഇലക്ഷൻ അല്ലേ. അപ്പം നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുന്നവരാണ്. വിശ്വസിച്ച് MLA മറ്റുള്ള കാര്യങ്ങൾക്ക് ചിന്ത കൊടുക്കുന്നില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടിയിട്ടും അണികൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എന്താ അഭിപ്രായം? രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിയതാണോ പെട്ടതാണോ എന്ന് അറിയില്ല. MLA എന്ന നിലയിലുള്ള പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? MLA എന്നുള്ള നിലയിൽ ഫസ്റ്റൊക്കെ നല്ലൊരു ഇതായിരുന്നു. അത് പിന്നീട് എന്ത് പറ്റി എന്നുള്ളത് അറിയില്ല. ഇപ്പം കോൺഗ്രസ് തിരിച്ചെടുക്കുകയും നല്ലൊരു ജനനായകനായിരുന്നു രാഹുല്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞു. അത് ആർക്കും വ്യക്തമല്ല. പെടുത്തിയതാണോന്നും അറിയില്ല. ഒന്നും പറയാൻ പറ്റില്ല. പെടുത്തിയതാണോ പെട്ടതാണോ ശരിക്കും നടന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല. UDF-ന്റെ ചെറിയൊരു ആമാദത പറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിന് നടത്തിയതാണ്. ഒരു വ്യക്തി ഒരു പാർട്ടി അല്ലല്ലോ. ഒരു പാർട്ടി ഇപ്പം എത്ര LDF ആയാലും ശരി BJP എല്ലാവരും വ്യക്തിത്വമായിട്ട് നിൽക്കണം. ഇപ്പം ഞാൻ പെട്ടെന്ന് എന്നൊരു കാൻഡിഡേറ്റ് ഞാൻ നിൽക്കണം. എൻ്റെ ഭാവി പാസ്റ്റ് എന്തെന്ന് പാർട്ടി ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മീഡിയ എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷം അത് പാർട്ടിയോട് ചേർന്ന് പറഞ്ഞാൽ അതെങ്ങനെ പാർട്ടി അംഗീകരിക്കും. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ സാധ്യതയുണ്ടോ? രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ സാധ്യതയില്ല. രമേശ് പിഷാരടിയാണ് സാധ്യത കൂടുതൽ. ഇപ്രാവശ്യം എന്തായാലും UDF ഒന്നും കൂടെ തരംഗം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അഭിപ്രായം എന്താ? പുള്ളി ഇതിപ്പോൾ മീഡിയ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ആരാ സാറേ തെറ്റ് ചെയ്യാത്തത്? അവൻ അത്ര വലിയ തെറ്റൊന്നല്ലല്ലോ ചെയ്തത്. മീൻസ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടവർ കുടുംബത്തിൽ ഇപ്പോൾ പറയും ഇവൻ്റെ കുടുംബത്തിൽ ചെയ്താൽ അത് വലിയ അങ്ങനെയല്ല. ഒരു ബലാത്സംഗം ചെയ്യുന്നവനിക്കാണ് കുറ്റം പറയാം. സ്വയം വീണ് കൊടുത്തിട്ട് പിന്നെ കേസ് കൊടുത്ത് അതിന് ഒരാളുടെ പേര് ഇമേജ് അത് എന്ത് നിലവാരമാണെന്ന് അറിയാത്തത്. ഇപ്പം ഞാനൊരു ആരെങ്കിലും MLA ആയതിനു ശേഷമാണ് ഈ പരാതി എല്ലാം പൊങ്ങുന്നത്. അതാ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, മുമ്പ് എങ്ങെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അത് ആരെങ്കിലും മുഖേന അറിഞ്ഞാൽ അവരിന് ആ പാർട്ടീനും പിന്നെ പേര് കെടുത്തി അടുത്ത പാർട്ടി വരാനാണ് ഇവിടെ നോക്കുന്നത്. ഇപ്പം ഈ പാർട്ടിയിലുള്ളവർ ആയിക്കോട്ടെ, ഇപ്പോൾ MLA ഉണ്ട്, മന്ത്രിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊന്ന് ഫാസ്റ്റ് ആരെങ്കിലും ഒന്ന് തപ്പിപ്പോയി എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. എന്തെങ്കിലും ഒരു കച്ചിത്തരുമ്പ് കിട്ടും. അപ്പോൾ എല്ലാത്തിനും ഇറക്കി വിടുമോ? എല്ലാത്തിൻ്റെയും ഒരു വെടിക്കുള്ള മരുന്നുണ്ട്. ഇപ്പോൾ ആ മരുന്ന് ഇപ്പോൾ രാഹുലായി മാത്രം. രാഹുലിന്റെ വളർച്ചയിൽ അസൂയ അതുണ്ടാകും. ആൾ നല്ല അതിന് അടുത്ത് നിന്നുണ്ടെങ്കിൽ ഇപ്പോൾ MLA തന്നെ ഒരു ഇതും വേണ്ട. പാലക്കാട് ഇപ്പോൾ വീണ്ടും രാഹുലിൻ്റെ ഈ പരാതി ഇല്ലെങ്കിൽ രാഹുൽ ഒരു MLA, അടുത്ത MLA വരുന്ന തെരഞ്ഞെടുപ്പിൽ MLA ചിലപ്പോൾ അവർക്ക് അധികാരം കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം 100% കിട്ടാനുള്ള സാധ്യത. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആളിനെ താഴ്ത്തിയത്. ഇപ്പം നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ രാഹുൽ ഇനി കോൺഗ്രസ് മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇനി അത് വേണ്ട. ഒരു ഡാമേജ് ആയ ഒരു പീസിനെ ആരും എടുക്കാൻ നിൽക്കില്ല. ഇപ്പോൾ ഞാനടക്കം അത് പറയാൻ കാരണം മീഡിയ കാരണം പറയുന്നതാണ്. മീഡിയ അങ്ങനെ ആക്കി അതും പറഞ്ഞിട്ട് ഈ സീറ്റ് പോകണ്ട. അതെ, ഇനി അതും പറഞ്ഞിട്ട് ഉള്ളതും പോകണ്ട.
ഇപ്പോൾ നമ്മളൊരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നല്ല പീസല്ലേ എടുക്കുള്ളൂ, ഡാമേജ് പീസ് എടുക്കില്ലല്ലോ. ഡാമേജ് പീസ് റിട്ടേൺ തന്നെ, അത് കമ്പനിക്ക് റിട്ടേൺ തന്നെ. അതിപ്പോൾ രാഹുലായാലും ശരി, ആരായാലും ശരി. ഈ സോഷ്യൽ മീഡിയ ഒരാളിനെ ഡാമേജ് ആക്കി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ ഒരുപാട് പാടാ. നല്ലത് പറയാൻ 1 നിമിഷം മതി, കെട്ടത് പറയാൻ 5 മിനിറ്റ് മതി. രാഹുലിന്റെ നല്ലൊരു പെർഫോമൻസ് പാലക്കാടിൽ ഉണ്ടായിരുന്നു. ഇല്ല, ഇന്ന് 20 വീടുകളുടെ പണി നടക്കുന്നു. ഇന്ന് 2 വീടിന്റെ താക്കോൽദാനമായിരുന്നു. ഞങ്ങൾ പോയി എടുത്തിരുന്നു. എന്തെന്നെ ചെയ്താലും എന്താ പറയാ, അതാ കോഴി പോയി, അങ്ങനെയല്ലേ പറയാം. അല്ലല്ല, കാരണം ഡാമേജ് ആക്കി. സ്വന്തം ചാനൽ പാർട്ടിക്കാരെ എല്ലാവരും ചെയ്യുന്ന അയാളെ ആക്കി. അകത്തുനിന്നും പുറത്തുനിന്നും ഉള്ള ആൾക്കാർ. അയാൾക്ക് പാർട്ടിയിൽ സപ്പോർട്ട് ഉണ്ടാവും, പാർട്ടിയിൽ നിന്നില്ല സപ്പോർട്ട്. പിന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം, അതും കുറച്ച് ജനങ്ങൾ. പക്ഷെ മാക്സിമം ഇങ്ങനെയുള്ള ആരും പെടാതിരിക്കും, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? രാഹുൽ മാങ്കൂട്ടം നല്ല വ്യക്തി തന്നെയാണ്. ഇനി അവരുടെ സമൂഹം ഇങ്ങനെ ആക്കി, ഇനി അവര് നല്ല സത്യസന്ധമായിട്ട് ഉണ്ടെങ്കിൽ അത് എപ്പോഴായാലും തെളിയണം. അത്രേ ഞാൻ പറയുള്ളൂ. തെളിഞ്ഞിട്ട് വന്ന് മത്സരിക്കട്ടെ. അയാളുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ അയാള് ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയും. അതുപോലെ ആവട്ടെ. അത്രേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്താ? രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ഒരു കൊടുങ്കാറ്റ് പോലെ വന്നു, ചെറിയൊരു ഇളം തെന്നലായിട്ട് അങ്ങ് തിരിച്ചുപോയി. എന്ന് പറഞ്ഞാൽ അങ്ങേർക്കെതിരെ കേസ് ശരിക്കും തെളിയിക്കുകയാണെങ്കിൽ അങ്ങേരതിന് രാജിവെച്ച് പുറത്തുപോയി മാപ്പ് പറയുക തന്നെ വേണം. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞു വരുന്നില്ല, തെറ്റ് ചെയ്തതായിട്ട് തെളിഞ്ഞു വരുന്നു അല്ലേ? 3 കേസിലും ജാമ്യം കിട്ടിയല്ലോ. 3 കേസിൽ ജാമ്യം കിട്ടിയത് കോടതിയിൽ ആർക്കും നല്ലൊരു വക്കീലുണ്ട് ജാമ്യം ഉണ്ടാക്കാം. അതിന് തെളിവിൽ ഒരുപാട് ലൂപ്പ് പോയിന്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് മായ്ക്കാനും മറയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയായിരിക്കും. ചിലപ്പോൾ BJP സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളത് അനുഭവിക്കണം. അയാളത് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പത്ത് കാല് പിടിക്കണം. ജനങ്ങൾ അത്രയും നല്ലൊരു ഭൂരിപക്ഷത്തോട് ജയിച്ചു വന്ന ആള് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് അഭിപ്രായം എന്താ? അയാൾക്ക് ഇപ്പോൾ ഇതായി നിൽക്കുകയാണല്ലോ, ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണല്ലോ, കോൺഗ്രസിന് പുറത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ മത്സരിക്കില്ലെന്ന് അറിയത്തില്ല. ഇല്ല, മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ സാധ്യതയുണ്ടോ, ജയിക്കാൻ സാധ്യതയുണ്ടോ? മത്സരിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുന്നതാണ്. പുള്ളി മത്സരിച്ചാൽ ജയിക്കും. അതെ, മത്സരിച്ചാൽ പാർട്ടി സീറ്റ് കൊടുക്കുമെന്ന് അറിയത്തില്ല. അതെ. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പുള്ളിയെ കുറിച്ചിട്ട് ഇവിടെ എല്ലാ അഭിപ്രായം തന്നെയല്ലേ. പിന്നെ പുള്ളിയുടെ കേസ് അതൊക്കെ ആകുമ്പോൾ അതും പരിചയം നമുക്കൊന്നും അറിയില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടം തന്നെ മത്സരിക്കുമോ? ഇല്ല, രാഹുൽ മാങ്കൂട്ടം വരാൻ ചാൻസ് ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.